ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, കഴിഞ്ഞ വട്ടം നമ്മൾ ലെയർ ആണ് എടുത്തത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലോക്കിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ സപ്പോസ് ബ്ലോക്ക് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ BOQ എന്ന് പറയും, ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഇപ്പൊ നമുക്ക് ഒരു ഫാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ വരച്ച് നമുക്കൊരു ഫാനിന്റെ സിമ്പൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നമ്മളുടെ അറേ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ക്ലിയർ ആയിട്ട്. അപ്പൊ പോളാർ അറേ വെച്ച് സെലക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാൻ ഉണ്ടാക്കാം. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് അതിന്റെ ആവശ്യമുള്ള ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ നമുക്ക് ആർക്കിടെക്ചർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളടത്ത് ഇങ്ങനെ കോപ്പി ചെയ്ത് വെക്കാം. പക്ഷെ ഇത് കൗണ്ടബിൾ അല്ല, മനസ്സിലായില്ലേ? ഈ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഇത് കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എത്ര ഫാൻ ഉണ്ട് ഇതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതൊരൊറ്റ ഒബ്ജക്റ്റ് ആയിരിക്കണം. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും, നമുക്ക് എത്ര വാട്ടേജ് ഔട്ട്പുട്ട് കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ എത്ര ടോട്ടൽ വാട്ടേജ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെന്ന് പറഞ്ഞ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊരു സിമ്പൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഒരു മോട്ടറിന്റെ സിമ്പലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ മോട്ടറിന്റെ സിമ്പൽ ക്രിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ലെജൻഡ് എന്നാണ് പറയാ. ഓക്കെ, ഇതിന് ടെക്നിക്കൽ ടേമിൽ ലെജൻഡ് എന്നാണ് പറയാ. അപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഒരു പ്ലാൻ തന്നു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ എക്യുപ്മെന്റ്, ലൈറ്റ് ലോഡ്, പവർ ലോഡ് ഒക്കെ മാർക്ക് ചെയ്ത് കാണിക്കേണ്ടി വരും. ഒരു പ്ലാൻ വരച്ചിട്ട് നമുക്ക് അതിൽ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യണം അതിന്റെ പൊസിഷനും കാര്യങ്ങളും. ഇപ്പൊ ഒരു KCBയിൽ പോലും നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കിട്ടുള്ളൂ. പണ്ടാണെന്നുണ്ടെങ്കിൽ റഫായിട്ട് ഹാൻഡ് ഡ്രോയിങ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഓട്ടോകാഡ് ആണ്. ഓട്ടോകാഡ് PDF അവർക്ക് അയച്ചു കൊടുത്ത് അവരത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സംവിധാനം വരെ ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് ഓട്ടോകാഡ് യൂസ് ചെയ്യുന്നത്. ഓട്ടോകാഡിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു മോട്ടറിന്റെ സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം മോട്ടർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന്. പല ടൈപ്പ് ഓഫ് മോട്ടേഴ്സ് ഉണ്ട്. സബ്മേഴ്സിബിൾ ഉണ്ട്, ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്, AC മോട്ടർ ഉണ്ട്, DC മോട്ടർ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയുടെ പ്ലാൻ വരച്ച് അവർക്ക് നമ്മൾ എന്തെങ്കിലും കണക്ഷൻ അല്ലെങ്കിൽ സാങ്ഷൻ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മോട്ടേഴ്സും പവർ ലോഡ്സും ഒക്കെ കാണിക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഈ ബ്ലോക്ക് ഉപകരിക്കും. അപ്പൊ ഈ ഒരു സിമ്പിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോട്ടറിന്റെ സിമ്പിള് നമുക്ക് സാധാരണ നോർമൽ ആയിട്ട് വരുന്നത് ഒരു ടെക്സ്റ്റ്, അതായത് സാധാ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും, ക്യാപിറ്റൽ ലെറ്റർ M. ഈ ഒരു ഇതിന് ചുറ്റുമായിരിക്കും നമ്മ സർക്കിൾ ഇങ്ങനെ വരച്ചിട്ട് ആയിരിക്കും ഒരു മോട്ടറിന്റെ സിമ്പിൾ വരക്കുക. അപ്പൊ നമ്മള് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരിക്കലും നമ്മ ടെക്സ്റ്റ് എഴുതിയതിനു ശേഷം അതിന് ചുറ്റും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ടെക്സ്റ്റ് സെന്ററിലായിട്ടൊന്നും വരില്ല. ചില കേസുകളിൽ നമ്മളത് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ആക്യുറേറ്റ് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എക്സ്പ്രസ് ടൂൾസിൽ വന്നു കഴിഞ്ഞാല് എൻക്ലോസ്ഡ് ഇൻ ഒബ്ജക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സർക്കിൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടും കേട്ടോ. അപ്പൊ ഈ എക്സ്പ്രസ് ടൂൾസിൽ എൻക്ലോസ്ഡ് ഇൻ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു സർക്കിള് എടുത്ത് നമ്മൾ അപ്പൊ ഇതിലാണ് എന്ന് എഴുതാൻ പോണത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് എഴുതണം. ക്ലിയർ ആയില്ലേ? എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് വേണ്ട ക്യാപിറ്റൽ ലെറ്റർ ഓൺ ആക്കിയിട്ട് എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എൻക്ലോസ്ഡ് ഇൻ ഒബ്ജക്റ്റ് എടുക്കുക. എൻ്റർ അടിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ടൂൾസിൽ എൻക്ലോസ്ഡ് ഇൻ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ എൻ്റർ ദ ഡിസ്റ്റൻസ് ഫാക്ടർ, എത്ര ഡിസ്റ്റൻസ് വേണ്ടതെന്ന്. നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് 1, 2 നമുക്ക് ഇഷ്ടമുള്ള ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോ 1 കൊടുത്തു. ഇനി നമ്മളോട് ചോദിക്കും എൻക്ലോസ് ചെയ്യേണ്ടത് സർക്കിൾ വെച്ചിട്ടാണോ, സ്ലോട്ട് വെച്ചിട്ടാണോ, റെക്ടാംഗിൾ വെച്ചിട്ടാണോ. സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂളിന്റെ ഷേപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സർക്കിൾ അല്ലേ വേണ്ടത്. അപ്പൊ എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ സർക്കിൾ കൊടുക്കുക, എന്നിട്ട് ഇവിടെ വേരിയബിൾ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായി, കറക്റ്റ് അതിന് ചുറ്റും ആ സർക്കിൾ വന്നു. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇഷ്ടത്തിന് വേരിയബിൾ കൊടുത്ത കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സിമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏതൊരു സിമ്പിൾ വരക്കുമ്പോഴും നമ്മുടെ ഡബിൾ എർത്തിങ് മസ്റ്റ് ആണ്. ഇനി നമ്മൾ ഇലക്ട്രിക്കലിലേക്കാണ് കടക്കുന്നത്. ഇത്ര നമ്മൾ ടൂൾസും കാര്യങ്ങളാണ് പഠിച്ചത് കേട്ടോ. ഇനി നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇലക്ട്രിക്കലാണ് പറയുന്നത്.
അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. അതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. എത്ര മീറ്റർ ഹൈറ്റിലാണ് നമ്മളെ സ്വിച്ച് ബോർഡ് വെക്കുക, ഗ്രൗണ്ടിന് എത്ര മീറ്റർ ഹൈറ്റിലാണ്, ELCBയുടെ സ്പെസിഫിക്കേഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ BTech കഴിഞ്ഞ ഒരു MTech കഴിഞ്ഞ പിള്ളേർക്ക് പോലും ഒരു ELCBയുടെ സ്പെസിഫിക്കേഷൻ പോലും അറിയില്ല. മീറ്റർ ബോർഡ് കഴിഞ്ഞാൽ എന്താ വരാന്ന് പോലും അറിയില്ല. മനസ്സിലായില്ലേ? ഈ DB എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ പലർക്കും അറിയില്ല. DBയിൽ എന്തിനാണ് MCBയുടെ കാര്യങ്ങൾ എന്താണ്, MCBയിൽ എത്ര ലൈറ്റ് ലോഡ് കണക്ട് ചെയ്യാം ഒരു MCBയിൽ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നമ്മളൊരു ആസ് എ പ്രൊഫഷണൽ ആയിരിക്കുന്ന ഒരാൾ, ഇലക്ട്രിക്കലിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു സൂപ്പർവൈസറിന്റെ കീഴിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോലും സൈറ്റ് നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പല കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ആൺപിള്ളേരെ സംബന്ധിച്ചാണ് സൈറ്റ് വരാം. പെൺപിള്ളേർക്ക് ഓഫീസ് വർക്കായിരിക്കും മിക്കതും, CAD ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ വരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് മോട്ടറിന്റെ സിമ്പൽ വരച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മോട്ടറിന് നമുക്ക് സിമ്പൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വേണം? ഡബിൾ എർത്ത് ചെയ്യണം. ഏതൊരു പവർ ലോഡ് ആയാലും എന്ത് സിമ്പൽ വരക്കുന്നുണ്ടെങ്കിലും അതിന് ഡബിൾ എർത്ത് മസ്റ്റ് ആണ്. ഡബിൾ എർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മെറ്റൽ പാർട്സ്, ബോഡി, ഒന്നാമതാണ് ബോഡി. വൈൻഡിങ് ഉണ്ടെങ്കിൽ വൈൻഡിങ് മസ്റ്റ് ആയിട്ട് എർത്ത് ചെയ്യണം. അപ്പൊ എർത്തിന്റെ സിമ്പൽ നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പൊ എർത്തിന്റെ ഒരു സിമ്പൽ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ എർത്തിനൊക്കെ സ്റ്റാൻഡേർഡ് സിമ്പൽ ഉണ്ട്, അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു എർത്തിന്റെ സിമ്പല്. മനസ്സിലായില്ലേ? ഈ ഒരു 3 ലൈനേ പാടുള്ളൂ, അതിൽ കൂടുതൽ ലൈനുകൾ നമുക്ക് വരാൻ പാടില്ല. എന്നിട്ട് ഇതിനെ മിറർ ചെയ്ത് വെക്കാം. സാധാരണ എർത്തിന് നമുക്കൊരു പച്ച കളർ കാണിക്കും. മനസ്സിലായില്ലേ? ഒരു പച്ച കളറിലാണ് കാണിക്കുക. അത് നമുക്ക് ഇങ്ങനെ കളർ ലെയറിലല്ലാണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ കളർ ചേഞ്ച് ചെയ്യണതും എന്താണ് പ്രോപ്പർട്ടീസിൽ ബൈ ലെയർ കിടക്കുന്നത്, ഇവിടെ ബൈ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്താണ് നമുക്ക് ബ്ലോക്ക് എടുത്ത് കണ്ട് പഠിക്കാം. അപ്പൊ ഇതിനെന്ത് ചെയ്യാം? നമുക്ക് മൊത്തം സെലക്ട് ചെയ്യാം. നമ്മൾ സിമ്പിൾ ക്രിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം സെലക്ട് ചെയ്തിട്ട് എന്റർ അടിക്കാം. എന്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരും. ഇവിടാണ് ക്രിയേറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. നമ്മൾ ഇതില് റിബണിൽ ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിനെ സെലക്ട് ചെയ്ത് എന്റർ അടിക്കാം. ഇനി ഇതിനെ സെലക്ട് ചെയ്ത കാരണം നമ്മൾ ഇവിടെ സെലക്ട് ഒബ്ജക്റ്റ് വീണ്ടും എടുത്ത് സെലക്ട് ചെയ്യണ്ട. ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്റർ അടിച്ചതിന് ശേഷം ഇവിടെ സെലക്ട് ഒബ്ജക്റ്റ് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ പിക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. പിക്ക് പോയിന്റ് എന്ന് പറഞ്ഞാല് എവിടെ പിടിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കോപ്പി ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൂവ് ചെയ്യേണ്ടത് എന്നാണ് പിക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ നെയിമിന്റെ അവിടെ എന്തായാലും മോട്ടോർ എന്ന് പേര് കൊടുക്കാം. ഇനി പിക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കണ്ട 2 ഓപ്ഷൻ ഉണ്ട്. റീറ്റെയിൻ എന്ന് പറഞ്ഞാല് നമ്മ ഇപ്പൊ വരച്ച ഒബ്ജക്റ്റ് ഓരോ ഇപ്പൊ വരച്ച മാതിരി തന്നെ സ്ക്രീനിൽ ഉണ്ടാവും. നമുക്ക് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിരിക്കില്ല റീറ്റെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ. കൺവെർട്ട് ടു ബ്ലോക്ക് എന്നാണെങ്കിൽ അതൊരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് സ്ക്രീനിൽ ഉണ്ടാവും. ഇനി ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നിന്ന് അത് പോയിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ടാബിൽ നിന്ന് അതിനെ കൊണ്ടുവരാം. അതിന്റെ ആ ടാബിന്റെ പേരാണ് ഇൻസെർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൺവെർട്ട് ടു ബ്ലോക്ക് ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, റീറ്റെയിൻ കൊടുത്തു. ഇനി മോട്ടറിന് പേര് കൊടുത്തു, പിക്ക് പോയിന്റ് ഇതിന്റെ സെൻട്രി കൊടുത്തു. നമ്മ ഓക്കെ പറയാം. അപ്പൊ വേണ്ട, റീറ്റെയിൻ കൊടുത്ത കാരണമാണ് ഇത് നമുക്ക് ഇങ്ങനെ ഓരോ പാർട്സ് നമ്മൾ വരച്ച പോലെ സ്ക്രീനിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്റർ അടിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ മോട്ടോറിന് വന്നിട്ട് എടുക്കും. നമുക്ക് ക്രിയേറ്റ് ചെയ്ത ബ്ലോക്ക് ഇവിടെ വരും. അപ്പൊ ഈ മോട്ടോറിനെ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ റീറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഈ ഫാനിനെ നമുക്ക് റിപ്പീറ്റ് പ്ലേസ്മെന്റ് എന്നിട്ട് അടിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ റിപ്പീറ്റ് പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് ആവശ്യമുള്ളടത്ത് ഇങ്ങനെ വെക്കാം. ഇനി ഇത് ഈ ഒരു റൂമിൽ എത്ര ഫാൻ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ ഇവിടെ സെലക്ട് ചെയ്തതിൽ എത്ര ഫാൻ ഉണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് കൗണ്ട് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റീസിൽ ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞത്
നമ്മളെ സ്ക്രീനിൽ എന്തൊക്കെ ഉണ്ട് അതിനെ നമുക്ക് സ്പെസിഫിക്കലി സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ക്യുക്ക് സെലക്ട് എടുക്കാം. കൗണ്ട് നിന്ന് അടിച്ചാലും വരും കേട്ടോ. കൗണ്ട് നിന്ന് അടിച്ചു കഴിഞ്ഞാലും ക്യുക്ക് സെലക്ട് ആണ് വരാ. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഡ്രോയിങ്ങിൽ നമുക്ക് ഇവിടെ കണ്ട ബ്ലോക്കും ഉണ്ട്, സർക്കിളും ഉണ്ട്. നമുക്ക് ഡ്രോയിങ്ങിൽ എന്തൊക്കെ ഉണ്ട് അത് ഇവിടെ ഒബ്ജക്റ്റ് ടൈപ്പ് ഇവിടെ കാണിക്കും. ഇപ്പോൾ റെക്ടാങ്കിൾ വരക്കാനാണ് അത് പോളിലൈൻ ആയ കാരണം ഇവിടെ പോളിലൈൻ കാണിക്കും. ഈ ബ്ലോക്കാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ബ്ലോക്ക് റെഫറൻസിൽ നമുക്കിവിടെ കളർ വെച്ചിട്ട് ബ്ലോക്കിനെ സെലക്ട് ചെയ്യാം, ലെയർ വെച്ച് സെലക്ട് ചെയ്യാം, ലൈൻ വെയിറ്റ് വെച്ച് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ നെയിം വെച്ചിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പോ എന്തോരം ഇപ്പൊ ഞാൻ ഇവിടെ വേറെ ബ്ലോക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഇത് വേറെ ബ്ലോക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേര് വരെ ആ ബ്ലോക്കിന്റെ നെയിമിൽ വരും. ഓക്കെ, അപ്പൊ കൗണ്ട് അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ ഇവിടെ മൾട്ടിപ്പിളില് ബ്ലോക്ക് റെഫറൻസ് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ മോട്ടർ എന്നാണ് സെലക്ട് ചെയ്തത്, നെയിമാണ് സെലക്ട് ചെയ്തത്. ബ്ലോക്ക് റെഫറൻസിൽ നമുക്ക് മോട്ടർ ആണോ അതോ വിൻഡോ ആണോ? അപ്പൊ ഞാൻ മോട്ടർ സെലക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. 17 ഐറ്റം സെലക്റ്റഡ്. അപ്പൊ എന്ത് ചെയ്യാ, ഈ 17 ഐറ്റം സെലക്റ്റഡ് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താം മോട്ടർ 17 എണ്ണം. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളെ ബ്ലോക്ക്. ഓക്കെ, നമുക്ക് ഇനി അപ്പൊ ബ്ലോക്ക് എന്താന്ന് ക്ലിയർ ആയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബ്ലോക്ക് കൂടാതെ തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ബ്ലോക്ക് ഉണ്ട്, ഡബ്ല്യു ബ്ലോക്ക്. ഡബ്ല്യു ബ്ലോക്ക് എന്ന് പറഞ്ഞാല് റൈറ്റ് ബ്ലോക്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. അപ്പൊ ഈ ബ്ലോക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഓൾറെഡി ഒരു ഡ്രോയിങ്ങൊക്കെ അല്ലാണ്ട് പല ഡ്രോയിങ്ങൊക്കെ ആവശ്യമുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു മോട്ടറിന്റെ സിമ്പല്, അങ്ങനത്തെ കുറെ ലെജൻഡുകൾ, നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന ലെജൻഡുകൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സേവ് ചെയ്ത് നമുക്ക് എപ്പോ വേണമെങ്കിലും അതിനെ നമുക്ക് നമ്മളെ ഡ്രോയിങ്ങിക്ക് കൊണ്ടുവരാം. ആ ഒരു സെറ്റപ്പാണ് റൈറ്റ് ബ്ലോക്ക്. അപ്പൊ റൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സർക്കിളിനാണ് റൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ബ്ലോക്ക് ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ റൈറ്റ് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഡബ്ല്യു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ട് ആ ബ്ലോക്ക് ഏതാന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സേവ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോ നമുക്ക് ഇവിടെ എൻ്റെ ഡ്രോയിങ്, നമുക്ക് എൻ്റെ ഡ്രോയിങ്ങിൽ എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രോയിങ് കൊടുക്കാം. ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെലക്ട് ഒബ്ജക്റ്റ് പറഞ്ഞിട്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, പിക് പോയിന്റ് ഇവിടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഡെസ്ക് ടോപ്പില് ഇവിടെ പേര് കൊടുത്തു. ഇപ്പൊ ഒരു റൗണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്തു. ഇനി ഞാനൊരു പുതിയൊരു ഡ്രോയിങ്, ഈ ഡ്രോയിങ്ങിലെല്ലാം നമ്മൾ യൂസ് ചെയ്തു പുതിയൊരു ഡ്രോയിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൻ്റർ അടിക്കുന്ന സമയത്ത് ഇൻസെർട്ട് ടാബിൽ ഇവിടെ ലൈബ്രറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതില് ലൈബ്രറീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് നമുക്ക് ബ്രൗസ് ബ്ലോക്ക് ലൈബ്രറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് കൊണ്ടുവന്ന് ഡയറക്റ്റ് നമ്മളെ ഇപ്പൊ ഞാൻ ഓൾറെഡി ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ടുവന്നു, അത് കാരണമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി ഇവിടെ റൗണ്ട് ലൈറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓപ്പൺ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ കറണ്ട് ആ ഒരു ലൈബ്രറീസിൽ റൗണ്ട് ലൈറ്റ് വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളടത്ത് വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോൾഡർ ഉണ്ടാക്കി നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റിനെ അല്ലാന്നുണ്ടെങ്കിൽ ആ സിമ്പലിനെ നമുക്ക് ഡബ്ല്യു ബ്ലോക്ക് ചെയ്ത് വെച്ച് നമുക്ക് ഡെസ്ക് ടോപ്പിൽ എവിടെയെങ്കിലും ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ്ങിക്ക് അതിനെ കൊണ്ടുവരാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആണ്. അപ്പൊ റൈറ്റ് ബ്ലോക്ക് ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സേവ് ചെയ്ത് വെക്കാണ് ബ്ലോക്കിന്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു മോട്ടറിന്റെ സിമ്പൽ വരച്ചു. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് എഴുതി, ക്യാപിറ്റൽ ലെറ്റർ എം കൊടുത്ത് 1 മിനിറ്റ് ടെക്സ്റ്റ് എഴുതി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ എക്സ്പ്രസ് ടൂൾസിൽ 1 മിനിറ്റ് എക്സ്പ്രസ് ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ എൻക്ലോസ്ഡ് ഇൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പൊ നമ്മളോട് ഡിസ്റ്റൻസ് ചോദിക്കും. നമ്മൾ സർക്കിൾ കൊടുത്തു, വേരിയബിൾ കൊടുത്തിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തായി, നമ്മളെ സിമ്പിളായി. ഞാൻ എർത്ത് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ആ സിമ്പല് മാത്രം. അപ്പൊ ഇതിനെ നമുക്ക് പല സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടി വരും. പല HP-യിലുള്ള മോട്ടറുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ നമ്പറിങ് കൊടുത്തിട്ട് സൈഡിൽ നമുക്ക് ടേബിൾ വരച്ചിട്ട് M1 ഇത്ര HP, M2 ഇത്ര HP എന്നൊക്കെ നമുക്ക് എഴുതിയിടാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലോക്കിൽ തന്നെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ATT എൻ്റർ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ജസ്റ്റ് ATT എൻ്റർ അടിക്കുക കേട്ടോ.
ATT എൻ്റർ അടിക്കുക. അത് നമുക്ക് ആട്രിബ്യൂട്ടിന്റെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഈ പ്രോംപ്റ്റിൽ നമുക്ക് എന്താണ് നമ്മ ചേഞ്ച് ചെയ്യണത്, നമ്പർ അല്ലേ, ആ നമ്പറിന്റെ ഫസ്റ്റ് നമ്മ 1 കൊടുത്തു. ഓക്കെ, ഇനി പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മ എന്തിനാണ് ചേഞ്ച് ചെയ്യണത്, മോട്ടോർ നമ്പറിനല്ലേ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മോട്ടോർ നമ്പർ കൊടുത്തു. ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഈ 1 തന്നെ വരണമെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുക, എന്നിട്ട് ഓക്കെ പറയാം. എന്നിട്ട് ഇതിനിവിടെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. ഈ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ടിൽ തന്നെ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സ്കെയിൽ കൊടുക്കാം, ടെക്സ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ സ്കെയിൽ ചെയ്തു, കുറച്ച് ചെറുതാക്കി നമ്മളെ മോട്ടറിനെ കുറച്ച് അടുപ്പിച്ച് വെച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അപ്പൊ ബി എൻ്റർ അടിക്കുക. നമുക്കിവിടെ ഡിലീറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്, കൺവെർട്ടർ ബ്ലോക്ക് കൊടുത്താലും കുഴപ്പമില്ല. നെയിമിന്റെ അവിടെ മോട്ടർ കൊടുത്തു, പിക് പോയിന്റ് സെന്റർ കൊടുത്തു, ഓക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി നമ്മ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ മോട്ടറിനെ കൊണ്ടുവരുമ്പോ നമുക്ക് ചോദിക്കും. അപ്പൊ നമുക്ക് മോട്ടോർ നമ്പർ 2 കൊടുക്കാം, ഇവിടെ കൊണ്ടുവരുമ്പോ 3 കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സപ്പോസ് എനിക്ക് നമ്പർ ചേഞ്ച് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തുള്ള 1 തന്നെ വരും കേട്ടോ. ഇതിപ്പോ ഇതിന്റെ വലിപ്പം കൂടാൻ കാരണം നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ യൂണിഫോം സ്കെയിലാണ് കൊടുത്തത് കേട്ടോ. അത് മാറ്റിയിട്ട് യൂണിഫോം സ്കെയിൽ 1 തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത അതേ വലിപ്പത്തിൽ വരും. ഓക്കെ, അതായത് ഇതില് ഇവിടെ നമുക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോർമൽ സ്കെയിൽ ഉണ്ട്, XY എല്ലാത്തിലും നമുക്ക് കൊടുക്കാം വാല്യൂ. നമ്മൾ യൂണിഫോം സ്കെയിൽ ഇട്ടിട്ട് നമുക്ക് ഇപ്പൊ 2 ഇരട്ടി 3 ഇരട്ടി എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന സമയത്ത് അത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും ഇവിടെ കൊടുക്കുന്ന വാല്യൂന്റെ അതിന്റെ വിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്കെയിൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഇവിടെ റൊട്ടേഷൻ പോയിന്റ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ ആംഗിളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മളെ ഇതിന്റെ ഇത് ലേറ്റസ്റ്റ് വെർഷനിലെ പറ്റുള്ളൂ. ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 2018 അബവ് ഉള്ള വെർഷനിൽ ഇങ്ങനെ ഇൻസെർട്ട് ടാബ് വരുള്ളൂ. പണ്ടത്തേല് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്താണ് ആട്രിബ്യൂട്ട് എന്ന്. അപ്പൊ ഈ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ ഒക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ റെക്ടാംഗിൾ ഒരെണ്ണം വരച്ചു. ഇവിടെ നമ്മൾ ഇതിനെ നമ്മൾ ഇഷ്ടത്തിനാണ് കേട്ടോ ഞാൻ വരക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വരക്കുന്നുണ്ട്. ഇവിടെ സീരിയൽ നമ്പർ, നെക്സ്റ്റ് നമ്മളെ ഐറ്റംസ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം, ഇവിടെ ആട്രിബ്യൂട്ട് ആണ് വേണ്ടത്. അപ്പൊ ആട്രിബ്യൂട്ട് എൻ്റർ അടിച്ചിട്ട് ഇവിടെ ഈ സീരിയൽ നമ്പർ ഇപ്പൊ നമ്മ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ പ്രോംപ്റ്റിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ടാഗ് തന്നെ പ്രോംപ്റ്റ് ആയിട്ട് മാറും നമ്മ പ്രോംപ്റ്റിലൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ SL നമ്പർ എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇതിനെ കോപ്പി ചെയ്തിട്ട് എല്ലായിടത്തും വെച്ചാൽ മതി. നമ്മ എന്ത് ചെയ്യണ്ട, ഓരോന്നായിട്ട് പോയിട്ട് ആട്രിബ്യൂട്ടിൽ ക്രിയേറ്റ് ചെയ്യണ്ട. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ചേഞ്ച് ചെയ്യണല്ലോ. അപ്പൊ ഡബിൾ ക്ലിക്ക് ചെയ്യാം. SL നമ്പറിന് പകരം ഐറ്റം എന്താന്ന് ഇനി അടുത്തതിൽ വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി കൊടുത്തു ഓക്കെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാം. മൊത്തം സെലക്ട് ചെയ്ത് P എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടേബിളിന് പേര് കൊടുക്കാം, പിക് പോയിന്റ് മുകളിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഓക്കെ ഇവിടെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഇത് തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അത് കാരണം ഇത് തന്നെ ഇവിടെ അടിച്ചു കൊടുക്കണം. ഫസ്റ്റത്തെ സ്റ്റെപ്പില് ക്വാണ്ടിറ്റി ഐറ്റംസ് SL നമ്പർ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ബ്ലോക്ക് ചെയ്തതിൽ അത് വരും. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്വാണ്ടിറ്റി 5 ഐറ്റംസ് LED SL നമ്പർ 1 ഓക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടേബിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവാം. ജസ്റ്റ് എൻ്റർ അടിച്ച് പോയാൽ മതി കേട്ടോ. ക്വാണ്ടിറ്റി 6 എൻ്റർ ഐറ്റംസ് ബൾബ് എൻ്റർ SL നമ്പർ 2 എന്നിട്ട് എന്ത് ചെയ്യാം, ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ആട്രിബ്യൂട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു റോയിൽ മാത്രം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ആട്രിബ്യൂട്ട് വെച്ചിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യണ സെറ്റപ്പ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇത് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് നമ്മള് ടൈപ്പ് ചെയ്ത ഓർഡറിലല്ല വരുന്നത്, ലാസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഈ ഓർഡർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ
ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്, കണ്ട ബാറ്റ്മാൻ ട്ടാ. ഡിഫൈൻ ആട്രിബ്യൂട്ട് ഇത് ബാറ്റ്മാൻ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. BAT എന്നാണ് ഷോർട്ട് കട്ട്. അപ്പൊ നമ്മളിവിടെ ബ്ലോക്ക് ഉണ്ടാവും, നമ്മ ആട്രിബ്യൂട്ട് വെച്ചിട്ടുള്ള ബ്ലോക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ടേബിളിന് ടി എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാ, ഈ SL നമ്പറിനെ മൂവ് അപ്പ് പറയാ, ഐറ്റംസിനെ മൂവ് അപ്പ് പറയാ, എന്നിട്ട് സിങ്ക് കൊടുക്കുക. അല്ലാതെ ജസ്റ്റ് ഓക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ആ ഓർഡറിലായിരിക്കും വരാം. SL നമ്പർ 3, എൻഡർ, ഐറ്റംസ് എന്താണ് നമ്മളെ സ്ട്രിപ്പ് ലൈറ്റ്, ക്വാണ്ടിറ്റി 20 മീറ്റർ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആട്രിബ്യൂട്ടിന്റെ ഫംഗ്ഷന്. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിലെ ആട്രിബ്യൂട്ട് ഏതാ ടെക്സ്റ്റ് ഏതാന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം. ഇപ്പുറത്തെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് ഇവിടെ ഡിസ്പ്ലേ ഓൾ ആട്രിബ്യൂട്ട്, ഹൈഡ് ഓൾ ആട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ഹൈഡ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടുകളൊക്കെ പോകും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതാണ് ടെക്സ്റ്റ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ ഇതാണ് ആട്രിബ്യൂട്ട് കേട്ടോ. അപ്പൊ ബ്ലോക്കും ആട്രിബ്യൂട്ടും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി ഒരു ബ്ലോക്ക് എഡിറ്റർ പിന്നെ പ്രോപ്പർട്ടീസും പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്ലോക്ക് എഡിറ്ററും പ്രോപ്പർട്ടീസും കാര്യങ്ങൾ എന്താന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഈ ആട്രിബ്യൂട്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാട്ടോ. എന്താണ് പ്രോംപ്റ്റ്, എന്താണ് ടാഗ്, മോട്ടറിന്റെ ഇത് സിമ്പൽ വരക്കുന്നത്, മോട്ടറിന്റെ നമ്പറിങ്, ഇതല്ലാതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആട്രിബ്യൂട്ടിൽ നമുക്ക് ഇതുപോലെ ലെജൻഡ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മൾ മൂവ് ചെയ്ത് ഇതിന്റെ അകത്ത് വെച്ചാൽ മതി, ഈ ആട്രിബ്യൂട്ടിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. ഇപ്പൊ SL നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ, ഇവിടെ SL നമ്പർ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്താണ് സിമ്പൽ എന്ന് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ആ സിമ്പൽ നമ്മൾ മോട്ടറിന്റെ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അല്ലാതെ ഇൻസേർട്ട് ചെയ്തിട്ട് സൈസ് കുറച്ചിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക. കണ്ട അപ്പൊ എന്തൊക്കെ സിമ്പിൾ ഉണ്ടോ അതിനൊക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ സിമ്പിൾ വരച്ചാൽ മാത്രം പോരാ, അവിടെ എന്താന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെയ്യണം. ആർക്കും ഇഷ്ടമുള്ള രീതിയിൽ വരക്കാം. എന്നാലും സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഉണ്ട് കുറെ, അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്വിച്ചിന് നമ്മളെ ഇഷ്ടത്തിന് വരച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല. സ്റ്റാൻഡേർഡ് സിമ്പിൾ ഫോളോ ചെയ്ത ആൾക്കാർക്കാണ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ നമ്മ വരക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മ ഈ ടേബിൾ വരച്ചു വെക്കണം. SL നമ്പർ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ അതിന്റെ തൊട്ടടുത്ത് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ടേബിൾ വരക്കാം. ഇതും നമുക്ക് ആട്രിബ്യൂട്ട് വെച്ച് വരക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കി വരാട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലോക്ക് എഡിറ്റർ, പിന്നെ എന്താണ് ബൈ ലെയർ, ബൈ ബ്ലോക്ക് എഡിറ്റർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ടൂൾ പാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ.